അടിപൊളി എന്തോ നല്ല എക്സ്പീരിയൻസ് ഒന്നും പറയല്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പടത്തിൻ്റെ വൈബ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വന്ന് കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവരുന്നു. ആ ഒരു വൈബ്, അന്നത്തെ അതേ വൈബ്. ഇതുപോലത്തെ പടങ്ങൾക്കാണ് യഥാർത്ഥ ലാൽ സാറ് ഡേറ്റ് കൊടുക്കേണ്ടത്. ഒരു രക്ഷയില്ല. കൊള്ളായിരുന്നു. അച്ഛൻ പഴയ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് അത് അനുഭവിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയൊരു പുതിയൊരു പടം ഇറങ്ങിയ റിലീസിലാവാൻ തിയേറ്ററൊക്കെ ഇളകി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പറ്റി. നമ്മളെ കൊച്ചായിരുന്നു, നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. പൊളി എന്ന് വെച്ചാൽ പൊളി എക്സ്പീരിയൻസ്. അടി പീക്കെന്ന് അറിയില്ല, അതാണ് പൊളി. എന്തായാലും പറഞ്ഞു, ഈ ഫാൻസിനോട് കാണുമ്പോൾ അടിപൊളി. ലാലൻ്റെ അഴിഞ്ഞാട്ടമാണ്. അത്ര തന്നെ. ഇനി വേണം. എനിക്ക് ജിത്തു മാധവൻ്റെ ഒരു പടം ഇനി വരാനുണ്ട് ലാലൻ്റെ കൂടെ. അത് പീക്കായിരിക്കും ഇതേപോലെ. അതാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത്. സൂപ്പർ പടം. എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാവരും എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ട്. ഒറിജിനൽ സിനിമ കണ്ടില്ല, പിന്നെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ലാലേട്ടൻ്റെ പടം ഇനി റിലീസ് ചെയ്താൽ പിന്നെയും കാണും. ബ്രോ അടിപൊളി. ഇതിന് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ 4K ആയിട്ട് ആ ഒരു ചോട്ടം പോയി വന്നേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളെ പഴയ ലാലേട്ടനെ ഒന്നും കൂടെ കാണുമ്പോൾ പ്രത്യേകം. പഴയതും പുതിയതൊന്നും ഇല്ല, എന്നാലും ആ ഒരു ചോട്ടം വരെ വൈബുണ്ട്. പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു 4K നല്ല രസമായിരുന്നു കാണാൻ. പടവും സിനിമയല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല വിഷയം മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. സൂപ്പർ എക്സ്പീരിയൻസ്. ഒരു എക്സൈൽ അടിപൊളിയായിരുന്നു. അതിങ്ങനെ ഒരു റീ റിലീസ് പടത്തിന് ഇത്ര ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ച ഒരു ഇത് മാത്രമാണ്. ഷോർട്ട് മുമ്പേ മാത്രമാണ്. ഒന്ന് ലാലേട്ടൻ നന്നായിട്ടുണ്ട്. അത് കിടിലായിരുന്നു. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു റീ റിലീസ് പടം വന്നിട്ട് അത് FTFS പോലെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് ലാലേട്ടനായിരിക്കണം. ആ ആക്ടറിൻ്റെ പേരൊക്കെ നൈസായിരുന്നു. പടമാണ്. കാര്യം ഒരു മിനിറ്റ് പോലും ആർക്കും ബോറടിച്ചില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഫസ്റ്റ് ഹാഫ് ഒന്നും പോയതേ അറിഞ്ഞില്ല. അത്ര ഗംഭീരമായിരുന്നു. കാരണം ഈ പടം പലർക്കും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അവർക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ ഒരു ഭയങ്കര ഗംഭീര അവസരമാണ്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അടുത്ത നരസിംഹ അടുത്ത റീ റിലീസ്. ഞാൻ മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്ക ഫാനായ ഞാൻ അന്ന് എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇന്ന് തീർത്തിട്ടുണ്ട്. അന്ന് എനിക്ക് ബിഗ് ബി കാണാൻ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റും. ബിഗ് ബിക്കാണ് കിട്ടിയത്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ പീക്കാണ്. അൻവർ അണ്ണ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രാജമാണിക്യം കൂടെ ഒന്ന് ഇറക്കി വിടണം പ്ലീസ്. നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. നിങ്ങളത് തിയേറ്ററിനകത്തൊന്ന് കാണാത്തതുകൊണ്ടാണ്. എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കിടിലം.